നമസ്കാരം, ഞാൻ പ്രസന്നൻ പ്രണവ്. രാമനാട്ടുകരിലെ ഓട്ടോ ഡ്രൈവർമാരുടെ ചിരകാല അഭിലാഷമാണ് ഇന്ന് പ്രാവർത്തികമാകുന്നത്. വളരെ വിപുലമായ 3 പരിപാടികൾ ഒന്നിച്ചു നടത്തിയതിനാൽ ഡ്രൈവർമാർക്കുണ്ടായ ബുദ്ധിമുട്ടിൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ക്ഷമാപണത്തോടെ തന്നെ പറയുകയാണ്. ചിലർക്ക് ഇപ്പോഴുണ്ടായ ഈ ചെറിയ ബുദ്ധിമുട്ട് വരും നാളുകളിൽ ഒരു കൂട്ടായ്മയുടെ വിജയത്തിലെത്തിക്കും എന്നുള്ളതിൽ സംശയമില്ല. സിറ്റി ട്രാഫിക്കും ഫറോക്ക് പോലീസ് സ്റ്റേഷനും രാമനാട്ടുകർ നഗരസഭയും ഓട്ടോ കോർഡിനേഷൻ കമ്മിറ്റിയും ഒരേ ട്രാക്കിലെത്തുവാൻ കുറച്ച് സമയമെടുത്തു എന്നുള്ളത് വാസ്തവമാണ്. ഏകീകരിച്ച നമ്പർ സിസ്റ്റത്തിലൂടെ ഐഡന്റി കാർഡും സ്റ്റിക്കറും ക്രമപ്പെടുത്തുവാൻ ഇനിയും കാലതാമസം വന്നാൽ അത് ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം നടത്തുന്ന ഇത്രയധികം കുടുംബങ്ങളോട് നമ്മൾ ചെയ്യുന്ന അനീതിയാകും എന്ന തിരിച്ചറിവിലാണ് ലീഗൽ മെട്രോയുടെ ഫയർ മീറ്റർ സീൽ ചെയ്യുന്ന ദിവസം സ്റ്റിക്കർ സംവിധാനത്തിന്റെ ഉദ്ഘാടനം കൂടി നടത്തുവാൻ കോർഡിനേഷൻ കമ്മിറ്റി നിർബന്ധിതമായത്. ഇതൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഡ്രൈവർമാരും ഇതിൽ നിന്ന് ബന്ധപ്പെട്ടിട്ടുള്ള ഓഫീസർമാരും എല്ലാവർക്കും തന്നെ മനസ്സിലാകും. അവരതിന് തീർച്ചയായും ഇത്തരത്തിലൊരു സതുദ്ദേശം ഇതിന്റെ പിന്നിലുള്ളത് കൊണ്ട് തന്നെ അത് മനസ്സിലാക്കും എന്നുള്ളതാണ് കോർഡിനേഷൻ കമ്മിറ്റി മനസ്സിലാക്കുന്നത്. പിന്നെ ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം എല്ലാ സ്ഥലത്തും പോലീസിന്റെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കണമെന്ന് അറിയിച്ചപ്പോൾ വീണ്ടും ഒരു ദിവസം ഈ ഡ്രൈവർമാരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന രീതിയിൽ ഇന്ന് തന്നെ അത് നടക്കട്ടെ എന്ന് കോർഡിനേഷൻ കമ്മിറ്റി വിചാരിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഇതുമായി ബന്ധപ്പെട്ട ഓട്ടോ ഡ്രൈവർമാർക്ക് മനസ്സിലാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കോഴിക്കോട് സിറ്റി ട്രാഫിക്കിൽ പോയിട്ടാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാര് സീൽ ചെയ്തുകൊണ്ടിരുന്നത്. അത് നമുക്കിവിടെ ഫറൂഖ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടക്കുക എന്ന് പറയുമ്പം അതും ഒരു നല്ല കാര്യം തന്നെയാണ് എന്നാണ് വിശ്വസിക്കുന്നത്. ഈ തുടക്കം ഒരു വൻ വിജയമാക്കുവാൻ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് നടന്ന ഈ പരിപാടിയുടെ പ്രസക്ത ഭാഗങ്ങളടങ്ങിയ ഈ വീഡിയോ നമുക്കൊന്ന് കാണാം. ഓട്ടോ ഡ്രൈവർമാരുടെ വളരെ കാലത്തെ പ്രധാനപ്പെട്ട ഒരാവശ്യമായ സ്റ്റിക്കർ സംവിധാനവും ഫെയർ മീറ്റർ സീലും ബോധവൽക്കരണ ക്ലാസും രാമനാട്ടുകര തോട്ടിങ്കലിൽ വെച്ച് നടത്തിയ യോഗത്തിൽ ഓട്ടോ കോർഡിനേഷൻ കൺവീനർ ശ്രീ റഷീദ് പുത്തൂപ്പാടം സ്വാഗതം അറിയിച്ചു. രാമനാട്ടുകര ഓട്ടോ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ ഉമ്മർ ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രാമനാട്ടുകര നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി ബുഷറ റഫീഖ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് ഇവിടെ ലീഗൽ മെട്രോളജിയുടെ ഫയർമീറ്റർ പരിശോധനയും അതേപോലെ തന്നെ നിങ്ങൾ ഏറെ കാലത്ത് ആഗ്രഹിച്ചിട്ടുള്ള നിങ്ങളുടെ വെരിഫിക്കേഷൻ അല്ലേ, അതുമാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പൊ ഇന്ന് 3 നേഴ്സ് പിന്നെ ഒരു ബോധവൽക്കരണ ക്ലാസ്സും 3 പരിപാടികളാണ് ഇന്നിവിടെ നടക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ രാമനാട്ടുകര നഗരസഭയിൽ 800ഓളം ഓട്ടോറിക്ഷകൾ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അതിൽ കൂടുതലും പുറത്തുനിന്ന് വന്നിട്ട് അനധികൃതമായിട്ട് പേപ്പർ ഇല്ലാതെ ഓടുന്നുണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്പർ കൂടാതെ വെരിഫിക്കേഷൻ ഇല്ലാത്ത ഒരുപാട് ഓട്ടോകൾ ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഒരുപാട് കാലമായിട്ട് അവർ എൻ്റെ അടുത്ത് അപേക്ഷയായിട്ട് വരുന്നതാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു RK നമ്പർ ഞങ്ങൾക്ക് ഈ പേപ്പറൊക്കെ വെരിഫിക്കേഷൻ ചെയ്ത് ഞങ്ങൾക്ക് ചെയ്ത് തരണമെന്ന്. നമ്മളെ SI സാറിന്റെ ക്ലാസ്സിലൊക്കെ നിങ്ങൾ കേട്ട് മനസ്സിലാക്കി അതനുസരിച്ച് മുന്നോട്ട് പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ പരിപാടി അല്ലേ, ലീഗൽ മെട്രോളജിയുടെ ഓട്ടോ ഫയൽ മീറ്റിന് ഇത് ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതൊക്കെ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഓട്ടോറിക്ഷയിൽ പതിപ്പിക്കുവാനുള്ള സ്റ്റിക്കർ കോർഡിനേഷൻ ഭാരവാഹികളുടെയും ഫറൂഖ് SIയുടെയും സാന്നിധ്യത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ കോർഡിനേഷൻ കൺവീനറെ ഏൽപ്പിക്കുന്നു. ഫെയർ മീറ്റർ സീൽ ചെയ്യുന്നതിനായുള്ള ടോക്കൺ അതാത് യൂണിയൻ നേതാക്കൾ അനൂപ് സാറിൽ നിന്നും ഏറ്റുവാങ്ങി. ആദ്യം BMSന്റെ ടോക്കൺ പ്രസന്നൻ പ്രണവം ഏറ്റുവാങ്ങിയപ്പോൾ INTUCയുടെ ടോക്കൺ തപസ്യ അനീഷ് ഏറ്റുവാങ്ങി. STUവിന്റെ ടോക്കൺ ഷഫീഖും SDTUവിന്റെ ടോക്കൺ റസാഖും CITUവിന്റെ ടോക്കൺ അനീഷും ഏറ്റുവാങ്ങി. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു മേഖലയായിരുന്നു രാമനാട്ടുകര. പ്രത്യേകിച്ച് ഓട്ടോ ഡ്രൈവർമാരുടെ ഇടയിൽ തന്നെ പലതരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു. പലതരത്തിൽ നമ്മളെ സമീപിച്ചിട്ടുണ്ട്. അന്നെല്ലാം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഒരു ടോക്കൺ സിസ്റ്റം വരിക. ഇവിടെ ഓടുന്ന ഓട്ടോറിക്ഷയ്ക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഓണർക്ക് ഒരു പ്രാധാന്യം വരുന്ന തരത്തിൽ. കാരണം ഒരുപാട് പേർ പലതരത്തിലും ഇല്ലീഗലായിട്ടും പെട്ടെന്നൊരു ദിവസം ഓട്ടോ കൊണ്ടുവരുന്നു, ഇതിൻ്റെ ഭാഗമാകുന്നു. അപ്പോൾ വർഷങ്ങളോളം
പ്രോപ്പറായ രീതിയിൽ രേഖകളുമായിട്ട് നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, അവർക്ക് ഇവിടെ ഒരു പ്രാധാന്യമില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പലരും എല്ലാ യൂണിറ്റുകളും ഒന്നിച്ചു ചേർന്ന് നമ്മുടെ അടുത്ത് പലതരത്തിലുള്ള അഭിപ്രായങ്ങളും ചോദിച്ചിട്ടുണ്ട്. ഇതിനൊരു പരിഹാരം ഉണ്ടാകണം എന്ന രീതിയിൽ ഞങ്ങളുടെ അടുത്ത് വന്നപ്പോഴും അവർ തന്നെ ഉന്നയിച്ചൊരു കാര്യമായിരുന്നു ഒരു ടോക്കൺ സിസ്റ്റം. അങ്ങനെ വരുമ്പോൾ ഒരു ഐക്യമുണ്ടാവും, ഒരു അച്ചടക്കം ഉണ്ടാവും എന്ന രീതിയിലുള്ള ഒരു സംസാരത്തിന്റെ ബദലായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ ഇത്രയും പേര് ആ ഒരു അച്ചടക്കത്തിൽ ഇവിടെ ഈ ഒരു പ്രോഗ്രാമിന് സാന്നിധ്യം വഹിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. കാരണം ഞാൻ ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ CIA വന്ന് വിളിച്ചപ്പോഴും ഇത് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് വരുമെന്നുള്ള കാര്യം ഞാൻ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. കാര്യം ഈ ഒരു പ്രശ്നത്തിന് പെട്ടെന്നൊരു പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. പക്ഷെ എന്നാലും കുറച്ചു പേർക്കൊക്കെ ഇതിൽ എതിരഭിപ്രായമുള്ള ആൾക്കാരുണ്ടായിരിക്കാം, കുറച്ചുപേർ ഇതിനകത്തേക്ക് വരാനായിട്ട് താല്പര്യമില്ലാത്തവരുണ്ടായിരിക്കും. പക്ഷെ ഒരു ശക്തമായ ഒരു കൂട്ടായ്മയിൽ നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് എതിർത്ത് നിൽക്കുന്നവരും പിന്നീട് അതിന്റെ ഭാഗമായിട്ട് വരും. നാളെ ഓരോരുത്തരും ഇതിൽ നിന്ന് മാറി നിൽക്കുന്നവർ ഇതിലേക്ക് വന്നേ പറ്റൂ. എന്നാൽ മാത്രമേ നമുക്കിവിടെ ഒരു വൃത്തിയായ രീതിയിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു പുതിയൊരു സിസ്റ്റം നമുക്ക് ഇവിടെ അവലംബിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും ഞങ്ങൾ അതിന്റെ വെരിഫിക്കേഷൻ കൃത്യമായിട്ട് തന്നെ നടത്തിയിരിക്കും. അതായത് ഓരോരുത്തരുടെ പെർമിറ്റും മറ്റ് രേഖകളെല്ലാം നോക്കിയിട്ട് തന്നെയായിരിക്കും ഇത് ഓരോരുത്തർക്കും ഇത് ഇഷ്യൂ ചെയ്യുന്നത്. അതുപോലെ ലീഗൽ മെട്രോളജി ഉണ്ട്, അവർ അതിൻ്റെതായ രീതിയിലുള്ള വെരിഫിക്കേഷൻസ് നടത്തും. ഒരു നാട്ടിലെ അച്ചടക്കമുള്ള ഓട്ടോ യൂണിറ്റുകൾ ആ നാടിനെ വളർച്ചയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഞാൻ വന്ന ആദ്യ സമയത്തൊക്കെ, ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് 2 വർഷത്തോളമായി, ആദ്യ സമയത്തൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഐക്യം ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. എന്ത് പ്രശ്നം ഇതിനകത്ത് ഈ പരിസരത്തുണ്ടാകുന്ന ഒരു പ്രശ്നം പോലും ഞങ്ങൾ അറിയുന്നതിന് മുമ്പേ അറിയുന്നവരാണ് നിങ്ങൾ. നാടിന്റെ യഥാർത്ഥ സ്പന്ദനം അറിയുന്നവരാണ് ഈ നാട്ടിലെ ഓട്ടോ ഡ്രൈവർമാർ. ഇതിനാലും മറ്റു പല ഏരിയയിലും മുൻപന്തിയിൽ നിൽക്കുന്ന ആൾക്കാർ കൂടിയാണ് ഇതിനകത്തുള്ളതെന്ന് അറിയുന്നതിലും വളരെ സന്തോഷമുണ്ട്. വെറും ഒരു ഓട്ടോ ഡ്രൈവർ മാത്രമല്ല ഇവിടെ ഉള്ളവർ, നാടിന്റെ പല പല മേഖലകളിൽ നിൽക്കുന്നവരാണെന്ന് അറിയാം. അതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. ഒരു 30 രൂപയുടെ ഓട്ടം ഒരാൾക്ക് വന്നു, ആ ഒരാൾ ലേഡി ആയാലും വാഹനത്തിൽ കയറുന്നു, പെട്ടെന്ന് ഒരു വലിയൊരു ഓട്ടം വരുമ്പോഴേക്കും അവരവിടെ ഇറക്കി വിടുകയാണ്. ഇല്ല ഞാൻ അവിടെ പോകത്തില്ല, കയറിയ ആളിനെ ഇറക്കി വിടുകയാണ്. ചിലപ്പോൾ അയാൾ ഈ കൂട്ടത്തിലുണ്ടായിരിക്കാം. ഞാൻ അയാളെ കുറ്റം പറയുന്നതല്ല, മോശപ്പെടുത്തുന്നതല്ല. പക്ഷേ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു വലിയൊരു ഓട്ടം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ കാര്യമായി. പക്ഷേ നമുക്കൊരു മാന്യത എന്നൊരു കാര്യമുണ്ട്. നമ്മൾ ചെയ്യുന്ന ജോലിയോടുള്ളൊരു മാന്യത നിങ്ങൾ കാണിക്കണം. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് കാര്യം മറ്റു പല സ്ഥലങ്ങളിലും കാണാത്ത തരത്തിലുള്ള ഒരു ഐക്യം, പ്രത്യേകിച്ച് യൂണിറ്റുകൾ. ഇപ്പൊ പല രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ യൂണിറ്റുകൾ ഇവിടെ ഉണ്ടെങ്കിലും എല്ലാവരും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. ചിലപ്പോൾ ചില കാര്യങ്ങളിൽ അവർ വിഷയങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു, എന്നാലും ഇപ്പോൾ അവരെല്ലാ കാര്യത്തിനും വേണ്ടി അവർ ഒന്നിച്ചു വന്നു, ഒന്നിച്ചു ചേർന്നു. അതൊരു നാടിന്റെ ഒരു ആവശ്യമാണ്, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ആവശ്യമാണ് അതൊക്കെ. അപ്പൊ അതെല്ലാം ഒരുപാട് പേര്, ഏകദേശം പേരും കാക്കിയിട്ടിട്ടാണ് നിൽക്കുന്നത്. നമ്മളും കാക്കിയിട്ട് അണിഞ്ഞ് നിൽക്കുന്നവരാണ്. കാക്കിക്ക് അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട്, ഒരു സൗന്ദര്യമുണ്ട്. പലർക്കും സത്യം പറഞ്ഞാൽ രാവിലെ ഓട്ടോ എടുത്തുകൊണ്ട് വരുമ്പോൾ കാക്കിയിട്ട് ഡ്യൂട്ടി ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണെന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ലഹരി മാഫിയ. നമ്മളും ചിലപ്പോൾ ചിലർ കൂട്ടത്തിൽ ചിലപ്പോൾ നമ്മളും അതിന്റെ ഭാഗമാവുന്നവരുണ്ടാവാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, കുറച്ചു കാലം മുന്നത്തെ ഒരു സാഹചര്യമല്ല ഇന്നത്തെ എല്ലാ കേസുകളും, എല്ലാ കുറ്റകൃത്യങ്ങളുടെയും 90% ബേസിക് ആയിട്ടുള്ള കാര്യം അമിതമായ ലഹരി മരുന്നിന്റെ ഉപയോഗം തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും, നമ്മുടെ നാടിന് വേണ്ടി ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതെല്ലാം മനസ്സിൽ ഓർത്തുകൊണ്ട് നിങ്ങളും നമ്മുടെ ഒരു ഭാഗമാവുക, നമ്മുടെ ഒരു സഹായത്തിന്റെ ഭാഗമാകുക. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മൾ കൂടെ ഉണ്ടായിരിക്കും. നമുക്കത് പരിഹരിക്കപ്പെട്ട് മുന്നോട്ട് പോകാം. ഈ ഒരു തീരുമാനം, ഈ ഒരു ടോക്കൺ സിസ്റ്റം തീരുമാനം എന്തായാലും വളരെ വിജയകരമായി തന്നെ മുന്നോട്ട് പോകട്ടെ എന്നും കൂടെ ആശംസിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വാർഡ് കൗൺസിലർ ശ്രീമതി ജുബൈരിയ ഓട്ടോ കോർഡിനേഷൻ കമ്മിറ്റി നടത്തിയ ഇത്തരം നല്ല കാര്യങ്ങളെ പ്രശംസിച്ചുകൊണ്ട് എല്ലാവിധ ആശംസയും അറിയിച്ചു. നമ്മുടെ ഓട്ടോ ഡ്രൈവർമാരെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഇവിടെ നടത്തുന്നത്. നിങ്ങൾ എല്ലാവരും ആ പേപ്പറുകൾ, എല്ലാവരുടെയും പേപ്പർ കോർഡിനേഷൻ കമ്മിറ്റിയുടെ കയ്യിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അതിന്റെ കോപ്പികൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്, നഗരസഭയിൽ കൊടുത്തിട്ടുണ്ട്, സിറ്റി ട്രാഫിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ എല്ലാം കോപ്പികൾ ഇവർക്കെല്ലാം കിട്ടും. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് RK നമ്പർ ഉള്ളവര്, എല്ലാ പേപ്പറും ഫിറ്റായവര്, അവര് മാത്രമേ വന്നിട്ട് തിരക്ക് കൂട്ടാതെ ഈ സീല് ചെയ്യാൻ പാടുള്ളൂ. ആ സീല് ചെയ്ത് കിട്ടുന്നവര് സിറ്റി ട്രാഫിക്കിൽ എങ്ങനെയാണോ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ പോയിട്ട് ഈ പെർമിറ്റിന്റെ ഫ്രണ്ടിലെ നമ്മൾ സീല് ചെയ്ത് നമ്പർ എഴുതി തന്നിരുന്നത്, അതേ സിസ്റ്റം
ഇപ്പൊ ഫറൂഖ് പോലീസ് സ്റ്റേഷനിൽ നമുക്ക് തരികയാണ്. പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് കോർഡിനേഷൻ കമ്മിറ്റിയും ഫറൂഖ് പോലീസ് സ്റ്റേഷനും നഗരസഭയും സിറ്റി ട്രാഫിക്കും ഒന്നിച്ചിരുന്ന് ആലോചിക്കും. ഇതുകൊണ്ട് വേവലാതിപ്പെടേണ്ട ഒരു കാര്യം ഇവിടെ നമ്മുടെ SI സാർ സൂചിപ്പിച്ചു, ചിലർക്കെങ്കിലും ഇതിന്റെ ആശങ്കയുണ്ടെന്ന്. ആശങ്കയുള്ളാൻ സാധ്യതയുള്ളത് RK നമ്പർ ഇല്ലാത്തവരായിരിക്കും. RK നമ്പർ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ ഒരു കാരണവശാലും നിങ്ങളെ ഇതിൽ നിന്ന് പിടിച്ച് കഴുത്തിന് പിടിച്ച് പുറത്താക്കുമെന്നല്ല ഇതിന്റെ അർത്ഥം. ഇതിനുശേഷം ഇപ്പോൾ പേപ്പർ ക്ലിയർ ആയവർക്ക് കൃത്യമായിട്ട് അത് ചെയ്തു കൊടുത്തതിന് ശേഷം സിറ്റി ട്രാഫിക്കും ഫറൂഖ് പോലീസ് സ്റ്റേഷനും നഗരസഭയും കോർഡിനേഷൻ കമ്മിറ്റിയും ഒന്നിച്ചിരുന്ന് അതിനെക്കുറിച്ച് ആലോചിക്കും. ആലോചിച്ചതിന് ശേഷം എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് അതിനൊരു മാനദണ്ഡം തന്നെ വെക്കും. ആ മാനദണ്ഡം അനുസരിച്ച് ഇപ്പോൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാവരെയും നമ്മൾ ഉൾക്കൊള്ളണം എന്നാണ് ഞങ്ങൾ കോർഡിനേഷൻ കമ്മിറ്റി ഈ പറയുന്ന അതോറിറ്റിയുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. അതനുസരിച്ച് തന്നെ അവർ കേൾക്കും എന്നാണ് കോർഡിനേഷൻ കമ്മിറ്റിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ വൈകിയ വേളയിൽ ഇനി നമ്മൾ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഇവിടെ കൂടിയ മുഴുവൻ ആൾക്കാർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. രാമനാട്ടുകരയിലെ എല്ലാ ട്രേഡ് യൂണിയനുകൾക്കും വേണ്ടി ഓട്ടോ കോർഡിനേഷൻ വൈസ് ചെയർമാൻ പ്രസന്നൻ പ്രണവം ആശംസ അറിയിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്തതോടെ യോഗ നടപടികൾ അവസാനിച്ചു. തുടർന്ന് ലീഗൽ മെട്രോളജി ഉദ്യോഗസ്ഥർ ഫെയർ മീറ്റർ സീല് ചെയ്യുവാൻ ആരംഭിച്ചു. നാളിതുവരെ പെർമിറ്റ് സീല് ചെയ്യുവാൻ സിറ്റി ട്രാഫിക്കിൽ പോകണമായിരുന്നു എന്നത് ഫറൂഖ് പോലീസ് സ്റ്റേഷനിൽ വെരിഫൈ ചെയ്ത പേപ്പർ കോർഡിനേഷൻ ഭാരവാഹികൾ സീല് ചെയ്തു നൽകുന്നു. ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും നിങ്ങളുടെ ഫോണിൽ ലഭിക്കുവാൻ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.